എൻഡിഎക്ക് അനുകൂലമായ ഏകപക്ഷീയ വോട്ടിംഗ് ആദ്യഘട്ടത്തിൽ നടന്നുവെന്നാണ് മോദിയുടെ അവകാശവാദം. എൻഡിഎയുടെ വിജയമുറപ്പിച്ച വോട്ടർമാർക്ക് നന്ദിയെന്ന് മഹാരാഷ്ട്രയിലെ റാലിയിൽ മോദി. ഇന്ത്യ സഖ്യത്തെ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചു മോദി. അമേഠിയിൽ നിന്ന് ഒളിച്ചോടിയ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തോൽക്കും, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഭയക്കുന്നുവെന്നും സോണിയാഗാന്ധിയെ ലക്ഷ്യമിട്ട് പ്രസ്താവന. ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പിന് പിന്നാലെ തകരുമെന്നും മോദി. കോൺഗ്രസ് के नेता अपनी हार मान चुके हैं. अब जैसे इन्होंने अमेठी से भागना पड़ा, अमेठी छोड़ा, अब मान के चलिए वो वायनाड भी छोड़ेंगे. വെസ്റ്റ് ത്രിപുര ലോക്സഭാ മണ്ഡലത്തിലും രാംനഗർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും വൻ ക്രമക്കേട് നടന്നുവെന്ന് ഇന്ത്യ സഖ്യം പരാതിപ്പെട്ടു. ഏജന്റുമാരെ ബൂത്തിൽ കയറാൻ ബിജെപിക്കാർ അനുവദിച്ചില്ലെന്നും ഇതിന് പോളിംഗ് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നെന്നുമാണ് പരാതി. സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. റീപോളിംഗ് വേണമെന്ന് ഇന്ത്യ സഖ്യം ആവശ്യപ്പെട്ടു. മണിപ്പൂരിലെ സംഘർഷങ്ങളിൽ 3 പേരെ അറസ്റ്റ് ചെയ്തു. ബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനിടെ സംഘർഷം നടന്നയിടങ്ങളിൽ ഇന്നും വൻ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഉന്നയിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും മറുപടി നൽകി മുന്നോട്ട് പോവുകയല്ല പ്രതിപക്ഷം ചെയ്യുന്നത്. പകരം ഓരോ പാർട്ടികളുടെയും പ്രകടന പത്രിക ഉയർത്തിക്കാട്ടി പ്രചാരണം നടത്തി അടുത്ത ഘട്ട തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.